നിൻമൊഴി ഞാനൊന്നു കേൾക്കുവാനാ നിന്റെ ഈ കാന്തി മുങ്ങുവാനാ മോഹിച്ചു ദാഹിച്ചു. സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പിന്റെയും അതേപോലെ സ്നേഹത്തിന്റെയും പങ്കെടുത്ത് എല്ലാവർക്കും സ്വാഗതം പറയുന്നതിനായി പ്രിയമുള്ള അമ്പലം ആത്മകർ ശ്രീമതിയായി പിന്നീട് ക്ഷണിച്ചുള്ളത്. അടുത്തതായി ഹോമിയോ ആയുർവേദ ഡോക്ടർമാർ വന്നിട്ടുണ്ട്. അവരുടെ ആവശ്യമാണ് ഇവിടെ ആയുർവേദ ഹോമിയോ ലക്ഷങ്ങളോളം അതിന്റെ ഇന്ത്യൻ മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ ആയിരിക്കുമ്പോൾ അവർക്ക് വിഷമങ്ങളൊന്നും ഉണ്ടാകാതെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന കാലം അത്രയും ആരോഗ്യത്തോടു കൂടി നല്ലൊരു കാലാവസ്ഥയിൽ നല്ലൊരു അനുഭവത്തോടു കൂടി ജീവിക്കുന്നതിനും ഉള്ള ഒരു അവസരം ഉണ്ടാക്കി തന്ന നമ്മുടെ ഇവിടുത്തെ സംഘാടകരായ ഇവിടുത്തെ വൈദികർക്കും മറ്റുള്ള എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് നിങ്ങൾക്ക് നല്ലൊരു നിർദ്ദേശങ്ങളും നല്ലൊരു സന്ദേശവും നൽകിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനമുള്ള വടാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ അവരുടെ സ്വാഗതം ചെയ്യുന്നു. വളരെയേറെ മുതൽക്കൂട്ടാണ് ഇതിനുള്ളതാണ് വസ്തുത. കാരണം ഇവിടെ അലഞ്ഞു തിരിയുന്ന പാവപ്പെട്ട ആളുകൾ, ഒരു പക്ഷേ അപ്പനും അമ്മയും മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ചില ആളുകൾ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്ന ഒരു അനുഭവം, അവർ നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അപ്പനെ പറഞ്ഞയക്കുന്നു, അപ്പനെ പുറത്തോട്ടാക്കുന്നു, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നമുക്ക് ഇവിടെ അച്ഛനുമായി ബന്ധപ്പെട്ട് വിളിച്ചു പറയുമ്പോൾ ഇവിടെ കൊണ്ടുവന്നാൽ ഇവരോടൊപ്പം അവർക്ക് ആവശ്യമായ സംവിധാനം ഒരുക്കാമെന്ന് അവർ പറയുകയും അങ്ങനെ നമ്മുടെ പഞ്ചായത്തിനകത്ത് വിവിധ മേഖലകളിൽ വരുന്ന ആളുകളെല്ലാം നമ്മൾ ഇവിടെ കൊണ്ട് ആക്കാറുമുണ്ട്. പക്ഷേ അതിനോടൊപ്പം നമ്മുടെ ഒരു സഹായം അവരാവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. അവർക്ക് മെഡിക്കൽ ക്യാമ്പ് വേണം, അവർക്ക് ചികിത്സാ സംവിധാനം വേണം, അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം വേണം. എന്തൊക്കെ നമ്മൾ ഗ്രാമപഞ്ചായത്ത് ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമ്മൾ ചെയ്ത് നൽകണം എന്നാണ് അവരാവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇടപെടൽ തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള കിറ്റ് വിതരണം നടത്തുന്നതോടൊപ്പം നിങ്ങളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാനും മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാനും അത് കഴിയുമ്പോൾ ഭക്ഷണം കഴിച്ച് നമുക്ക് പിരിയണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ വരുമ്പോൾ വെള്ളറ UP സ്കൂളിലെ ക്രിസ്തുവിനോട് ഞാൻ പറഞ്ഞു, ഇന്ന് ചായപ്പൂട്ട നമ്മുടെ കരുണ ആശ്രമത്തിലെ അന്തേവാസികളോടൊപ്പമാണ് ഇന്നത്തെ ഉച്ചവരെയുള്ള സമയം ഞാൻ ചെലവഴിക്കുന്നത്. അവർക്ക് ഇന്നത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അവർ ഉച്ചക്കുള്ള ഭക്ഷണം നമ്മൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെ ഭക്ഷണം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഏറ്റവും പറഞ്ഞത്, നിങ്ങൾ എന്നോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാനും ഒരു ദിവസത്തെ ഭക്ഷണം അവർ കൊടുക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ സഹായിക്കാനുള്ള ഒട്ടനവധി ആളുകൾ, സഹായ മനസ്സുള്ള ഒട്ടനവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്.
അപ്പോൾ അവരെല്ലാം കൂട്ടി ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇന്നത്തെ ഭക്ഷണം അറിഞ്ഞിരിക്കുന്നത് പനച്ചങ്കോട് കെ ദസ്തഗീർ എന്ന ആളാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എത്തും. അങ്ങനെ അടുത്ത ദിവസം നമുക്കിപ്പോൾ വെള്ളി സ്കൂളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ ഒരു ദിവസത്തെ ഭക്ഷണം ഇവിടെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള പല ആളുകളും ഈ സ്ഥാപനത്തിൽ വന്നു പോവുകയും ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ നിങ്ങളുടെയുള്ള വിഷയങ്ങൾ, അന്വേഷണങ്ങൾ, നിങ്ങളോട് സാന്ത്വനം നൽകുക എന്ന ഒരു പരിചരണം നൽകുക എന്ന ഒരു പ്രവർത്തന ശൈലിയിലൂടെ നമുക്ക് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ സ്ഥാപനത്തിൽ വരുന്ന ഓരോരുത്തർക്കും ഇവിടെ ഒരു സമാധാനത്തോടുകൂടുന്ന അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് സമാധാനപരമായി ഇവിടെ കഴിയാൻ വേണ്ടിയുള്ള ഒരു വലിയ സംവിധാനം ഇവിടെ ഉണ്ട്. അത് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളോടൊപ്പം അച്ഛനോടൊപ്പം നമ്മളെല്ലാവരും ഉണ്ടാകും. തുടർന്ന് നിങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും ഗ്രാമപഞ്ചായത്ത് ഭാഗത്തുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുകൂടെ അറിയിച്ചുകൊണ്ട് ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളോട് സംസാരിക്കുന്നതിനായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമാൻ കൂതാളിശാലി ക്ഷണിക്കുന്നു. അത് നിങ്ങൾക്ക് അനുഭവിക്കുവാനുള്ള അവസരങ്ങൾ നേടുവാൻ ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ മെഡിക്കൽ ക്യാമ്പിന് എല്ലാവിധമായ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നതിനായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മീന റാണി ക്ഷണിച്ചു. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഇന്ന് എടുത്ത് നമ്മളൊരു പാലിയേറ്റീവ് ടീം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ മാസവും നിങ്ങളെ നേരിട്ട് കാണാൻ നമ്മുടെ പാലിയേറ്റീവ് എംഒ ഡോക്ടർ സോണിയുണ്ട്. ഡോക്ടർ സോണിക്ക് വരാൻ പറ്റും. ഹാർട്ട് ആയാലും കിഡ്നി ആയാലും അങ്ങനെ പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു അന്ന് അറേഞ്ച് ചെയ്ത് നമ്മുടെ CSC മെഡിക്കൽ ഓഫീസർ, സംഘാടക സമിതി, ഇവിടുത്തെ നമ്മുടെ അച്ഛന്മാർ, പഞ്ചായത്തിൻ്റെ അധികാരികൾ എല്ലാവർക്കും നന്ദി പറയുന്നു. വേദിയിൽ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ CSC വെള്ളവിലയിലെ പാലിയേറ്റീവ് മെഡിക്കൽ ഓഫീസറാണ്. അപ്പം ഇവിടെ ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഒരു ക്യാമ്പല്ല, ഒരു ദിവസം നമ്മുടെ ഇതിൽ OP കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നതിന് നമ്മുടെ ഹോമിയോ ഡോക്ടറെ ക്ഷണിച്ചോളൂ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ സ്ഥാപനത്തിലെ നിവാസികളെ, ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥാപനത്തിൽ വരുന്നത്. ഇവിടുന്ന് ഒരു അപ്പച്ചൻ മാത്രം ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് മെഡിസിൻ വാങ്ങാറുണ്ട്, ജോണി എന്ന് പേരുള്ള. അപ്പോൾ കൂടുതൽ പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മളും എല്ലാ മാസവും ഒരു വിസിറ്റിന് വരാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ മക്കളെ പോറ്റി വളർത്തി എൻ്റെ ജീനം അറിയുന്നില്ല. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി. ശോഭന ക്ഷണിക്കുന്നു. ശോഭന ക്ഷണിക്കുന്നു. സകലവും പടച്ചവരെ മനസ്സിനും ഹൃദയത്തിനും ഒക്കെ സന്തോഷം നൽകുന്ന, ശരീരത്തിന് സന്തോഷം നൽകുന്ന ഒരു കലാപരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് നമ്മുടെ രോഗികൾ, സഹോദരങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയാണ്. അവരുടെ ശരീരത്തിന് എല്ലാവിധ അസുഖങ്ങളും മാറി സുഖം പ്രാപിക്കട്ടെ. അവർക്ക് സന്തോഷവും ദൈവാനുഗ്രഹവും ധാരാളമായി സന്തോഷപ്രദമായ ഒരു ജീവിതം ഈ കരുണാലയത്തിൽ അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതിനുവേണ്ടി ഇവരെയെല്ലാം സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെല്ലാം നാനാ ശാരീരികമായും മാനസികമായുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറ്റുന്നതിന് വേണ്ടി ഡോക്ടർമാരും, ആയുർവേദ ഡോക്ടർമാരും, ഹോമിയോപ്പതി ഡോക്ടർമാരും, മെഡിക്കൽ ഡോക്ടർമാരും, പഞ്ചായത്തിലുള്ള എല്ലാ വലിയ ആളുകളും, പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മെമ്പർമാരും ഡോക്ടർമാരും ഒക്കെ അവിടെ വന്ന്
ഇത്രയും സന്തോഷപ്രദമായ ഒരു ഡോക്ടർമാരെല്ലാം കൂടെ കൂടിയത് വളരെ ചുരുക്കമാണെന്ന് തോന്നുന്നു. ഇതിന് എല്ലാവരുടെയും പേരിൽ ഇത് ഓർഗനൈസ് ചെയ്ത ഗവൺമെൻറ്റിനും ഭാരവാഹികൾക്കും എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി ഞാൻ എൻ്റെ പേരിൽ അറിയിക്കുകയാണ്. താങ്ക് യു. ഭക്ഷണം കഴിക്കാം ഒരു വിരുന്ന് നൽകാനും പ്രസിഡന്റ് തീരുമാനിച്ചതും അങ്ങനെയാണ് നമ്മുടെ ടീമംഗങ്ങൾ എല്ലാവരും ഇതിവിടെ കൂടാൻ ഒരു തീരുമാനം എടുത്തത്. നമുക്കറിയാം നമ്മുടെ ആശംസകൾ അർപ്പിക്കുകയാണ്. ഇനി ആരെങ്കിലും പഠിപ്പാണെന്നുണ്ടെങ്കിൽ പാടാൻ കേട്ടോ. എന്തായാലും ഉച്ച ഭക്ഷണം റെഡിയായിക്കൊണ്ട് വരെയാണ്. അപ്പൊ എന്തായാലും നിങ്ങളോടൊപ്പം ഞങ്ങൾ കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. അപ്പൊ ഇതുപോലെ നമുക്ക് അടുത്ത മാസവും എന്തായാലും കൂടാം. നമ്മുടെ വാർഡ് മെമ്പർമാരായ നേരത്തെയും നമ്മൾ പല സംഘടനകൾ വഴിയും ഇവിടെ വരാനും ഇതുപോലുള്ള കാര്യങ്ങൾ പങ്കെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വസിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട അമ്മമാരെയും സഹോദരന്മാരെയും ആശംസിച്ചുകൊണ്ട് അവർക്ക് ആയുരാരോഗ്യങ്ങൾ നേർന്നുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയുള്ള എല്ലാ മാസവും ഇതുപോലെയുള്ള പ്രോഗ്രാം വീണ്ടും നടത്തും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആയുർവേദം, ഹോമിയോ, അലോപ്പതി എന്നിവയിൽ വേണ്ട 3 തരത്തിലുള്ള ചികിത്സകൾ ഇന്ന് ഇവിടെ വെച്ച് നൽകുന്നതാണ്.